വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. സന്തോഷേ എടാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ തന്നെ റിഹേഴ്സേ. എടാ നിന്റെ അടുത്ത് പറയരുതെന്ന് അവൻ പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞാ. നീ വള്ളി വരല്ലേ, നിന്റെ അവസ്ഥ ഇതായി പോയതാണ്. ആ സന്തോഷേ. എടാ കള്ള തൂമേ, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ജിജു ആണ്. എടാ നീ വിളിച്ചിരുന്നല്ലേ? എടാ ഞാനേ ഇവിടെ ചീർമ്പക്കാവിലായിരുന്നടാ. ചെറിയ ഉത്സവത്തിന്റെ ഒരു ചെറിയ തിരക്കും പരിപാടി. അപ്പൊ നിനക്ക് ഇപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴേ നിന്റെ തിരക്കൊക്കെ. എടാ അതെന്താണെന്നറിയോ? നീ ഒന്നും പറയണ്ട. നിനക്ക് വാലാച്ചന്റെ വീട്ടിലാണ് പണി നടന്നിട്ടാണ് ഞാൻ വിളിക്കണത്. എടാ അവിടുത്തെ പണി കഴിഞ്ഞു, ഇനി നാളെ വൈകിട്ടേ ഉള്ളൂ. അവിടെ എന്താ പരിപാടി നാളെ? ഓ ഇന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എടാ നാളെ അവിടെ എന്തോ പാവക്കൂത്തൊക്കെയാണ്. പാവക്കൂത്താ? ഓ എന്തിനാടാ? ശരി നീ വെച്ചോ. അളിയോ ആ അന്നല്ല മേനാള് നിന്നെ പറ്റി ഇപ്പൊ വിചാരിച്ചോളൂ. ഓഹോ വല്ല കൊനിഷ്ടായിരിക്കും. അതിന് ഇവനെ പറ്റി നല്ലതെന്തെങ്കിലും വിചാരിക്കാൻ വേണ്ടേ? അല്ലേ വിജയ? വന്ന് കേറിയില്ല, അപ്പോഴത്തേക്കും തുടങ്ങി തള്ള. അമ്മ എന്ത് പറയുന്നു രാഘവ? ഓ പരമസുഖം, അകത്തുണ്ട്, പോയി കണ്ട. ആ ബാഗും കൊണ്ട. എന്താളിയാ കുറെ നാളായല്ലോ. ഉഗ്രനാക്കണ്ട നമുക്ക്. പച്ചക്കാണോ? നല്ല താത്തമ്മ പച്ച. എത്തി മോനെ. എന്താണ് അച്ഛമ്മയുടെ? അമ്മ അത്തിട്ട്. ആ നിന്റെ പരിപാടി എന്തോ? എന്ത് പരിപാടിയുടെ? രാവിലെ തൊട്ട് ഓട്ടം തന്നെ. ഇതപ്പോ വീണ്ടും കടയ്ക്ക് പോകണം. ആ മുട്ടനെ തപ്പി ഇറങ്ങിയാണ്. എവിടെയാ അവൻ? പറഞ്ഞ പോലെ അവൻ എവിടെ പോയി? അല്ല എവിടെ അവൻ ഈ രാവിലെ എന്തോ വ്ളോഗ് തേങ്ങാന്ന് പറഞ്ഞ് നടക്കണ്ടായിരുന്നു. അല്ല നിന്നെ കണ്ടാവും മുങ്ങുമല്ലോ. മര്യാദ. അതിപ്പോ നീ വന്ന സ്ഥിതിക്ക് അവന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നമുക്ക് പോയിട്ട് വരാം. ഞാൻ അവരുടെ കൂടെ ഒരു ചെറിയ പരിപാടി എന്താന്ന് എനിക്ക് മനസ്സിലായി. അളിയോ ഒതുക്കി വെച്ചതേ കാക്കൊണ്ടുപോയി. ഇത്തവണ തക്കാളിയിൽ ഒതുങ്ങിയ ഭാഗ്യം. ഉമ്മാരെ കൊണ്ട് നാടൻ ചെയ്യുന്ന കാര്യം വലിയ പാടാന്ന് എനിക്ക് തോന്നുന്നു. അവൻ എന്ത് പറഞ്ഞു? ആ നീ എപ്പ എത്തി? ജിജോട്ടാ എനിക്കെന്തെങ്കിലും ഒരു റോള്? നീ വലിയ യൂട്യൂബറൊക്കെ അല്ലേ, നിനക്ക് നമ്മുടെ നാടകമൊക്കെ പറ്റുമോ? നീ കണ്ടിട്ടില്ലേ, വലിയ സെലിബ്രിറ്റിയാണ് ചെക്കൻ. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ അഭിനയാണ് ജിജോട്ടാ. എൻ്റെ ഈ കഴിവ് എവിടെയെങ്കിലും കാണിക്കണ്ടേ എനിക്ക്? എന്തെങ്കിലും ഒരു റോളൊന്നും എനിക്ക്. റോളൊക്കെ കഴിഞ്ഞടാ, അടുത്ത കേരളോത്സവം നോക്കാം. എന്തൊരു ജിജോട്ടാ, കഴിഞ്ഞ തവണ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് കേരളോത്സവത്തിന് ഇവിടെ കളിച്ച് നാടകം മുഴുവൻ ഡയലോഗും തിരിച്ച് തക്കാളി എറി ഇട്ടില്ല എല്ലാത്തിനും. അതാലോചിച്ച് ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ചിരിക്കാറുണ്ട്. എന്തൊരു ഓട്ടായിരുന്നു. നീ പോയേ, അടുത്ത പ്രാവശ്യം നേരത്തെ ഒന്ന് റോൾ തരാം കേട്ടോ. സന്തോഷേട്ടാ. തക്കാളി ഏറോർത്ത് നീ എന്നും ചിരിക്കാറുണ്ടല്ലേ? ഇടയ്ക്ക് ചെല്ലു നീ പോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹീറോ ആയിട്ടെങ്കിലും പോടാ. ആ ഊക്കുണ്ടായിരുന്നു തൊഴിൽ. അവൻ എന്തു പറഞ്ഞു? നീ കേട്ടല്ലേ? ഈ പൊട്ടനല്ല അബു. നാളെ അവിടെ പാവക്കൂത്താണ്, മൊത്തം ഇരുട്ടായിരിക്കും. അതിനിടെ കയറി പറ്റിയ അവളെ കാണാൻ പറ്റും. നീ ചെന്ന് പിടിച്ചു വെച്ചു കൊടുത്താൽ മതി. ആ കൊക്കാവനെ അവിടെ ഇരുത്തിയിട്ടാ ഞാൻ വന്നത്. പോയി നോക്കട്ടെ ഞാൻ പ്രാന്ത് എന്തൊക്കെയാണ് എന്താ അവിടെ പഠിച്ചു. ഇതാരാ? ഇതല്ല ഉണ്ണിയാടി, കണ്ണിക്കൂടെ പൊന്നിച്ച പറക്കും. അങ്ങനെ അവൻ പറഞ്ഞതാ. നാരായണപ്പൂ, ഒരു ലിസ്റ്റ് ഉണ്ട്. അതെ, കർപ്പൂരം ഒരു 10 പാക്കറ്റ് എടുക്കും. ഒരു വെറ്റെടുക്കണ്ട. ആ ഇതാ വെറ്റില എടുത്തുണ്ട് കേട്ടോ. കർപ്പൂരം 10. ദേവനാണ് മറ്റേ മറ്റേ ക്ലബിൽ നിൽക്കണ അരി എടുക്കട്ടെ. അരി അവനാ? മട്ട സന്ധ്യയുടെ പുറകെ നടക്കുന്നില്ലേ?
ഇവനാണോ? ആ. ചേട്ടാ ജിജു ഒന്നിങ്ങനെ വന്നാടാ, ഈ ചാക്കൂടി നിർത്തി വെച്ച്. ചേട്ടാ ചെയിൻ എടുക്കി. ഓ ചേന എത്ര? കത്തിയിലെടുത്തോളി. ചേട്ടാ ഏതെടുക്കണ്ടേ? ഇതാണോ? നിർത്തിക്കോണം എന്ത്? എല്ലാം. നീ പെടലിക്കാവിലെ പൂരൊന്നും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇവിടെ തിരിച്ചടിക്കണം. തിരിച്ചടിച്ചില്ലെങ്കിൽ മോശമായിട്ട് മോനെ കാണട്ടോ എല്ലാരും. നീങ്ങുവാ. തല്ലുകൊണ്ട് ചാവോ? 4 എണ്ണം കൂടെ വരാം. ഓടാ ചൊക്കളി. പെടലിക്കാവിലെ പൂരം മാത്രമേ നീ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. വെടിക്കെട്ട് കണ്ട ചിലരുണ്ട് ഇവിടെ. നീയായിട്ട് എന്നെ കൊണ്ട് തിരി കൊളുത്തിക്കരുത് കേട്ടോ. പൊട്രാ. കൊടുത്തത് പോരെ. ഉഷാറായി. മരണ വീട്ടിലിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എടാ കഴിഞ്ഞത് കഴിഞ്ഞു, വെറുതെ ഒന്നല്ലല്ലോ.
അവിടുത്തെ പെണ്ണിന്റെ പുറകെ നടന്ന ഏത് ചേട്ടനായാലും തല്ലും. അങ്ങനെ അടി വാങ്ങി വീട്ടിൽ പോണ ശീലേ ജനാർദ്ദന് മോനില്ല. അതാരാ ജനാർദ്ദന? ഇവന്റെ അച്ഛൻ. ഓ, നിനക്കിപ്പോ എന്താ വേണ്ടത്? അവൻ ഒട്ടിക്കണം. അടിക്കാലോ. അയ്യോ, ഇവനെ കണ്ടാൽ ഏകദേശം എങ്ങനെ ഇരിക്കും? കണ്ടാ ഏകദേശം നമ്മളെയൊക്കെ പോലെ തന്നെ ഇരിക്കും. ആ, എന്നാ പിന്നെ അപ്പൊ തന്നെ അടി കൊടുക്കായിരുന്നല്ലോ, മാറ്റി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ആ സമയത്ത് നമ്മളത് പ്രതീക്ഷിക്കണല്ലോ. തല്ലിയാ പോരാ, പിന്നെ അവന്റെ മുന്നിലൂടെ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകണം. ആ, അത് വേണം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പോയിട്ടെന്തോ പണിയുണ്ട്. ദേ അബു, നീ ഒറ്റ ബുദ്ധി കാണിക്കല്ലേ. ഒറ്റ ബുദ്ധിയാ? എടാ, ഇവന്റെ ആവേശത്തിന് പലതും ചെയ്യും. നീയും പോയി അടി കൊണ്ടോ അവന്റെ കൂടെ. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാനത് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ എനിക്കവളെ കിട്ടൂല. ആ വീടിൻ്റെ പുറത്തവൾ ഇറങ്ങുന്നത് മറ്റൊരാളുടെ ഭാര്യയായിട്ടായിരിക്കും. അവളെനിക്ക് രക്ഷിക്കണം. നാളെ കഴിഞ്ഞാൽ അതിനൊരു അവസരം ഉണ്ടാവില്ല. നിനക്കെന്നെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും നിന്റെ കൂടെ നിൽക്കും. നിനക്ക് വല്ല അസുഖമുണ്ടോ ചങ്ങാതി? എടാ, ഇതൊക്കെ അല്ലേടാ ഒരു ത്രില്ല്. അപ്പൊ നിനക്കും ഓൾ ദി ബെസ്റ്റ്. എടാ അബു, പറയുന്ന ഞാൻ കേൾക്കണത്. നമ്മൾ പറഞ്ഞത് മുഴുവൻ ഇയാൾ കേട്ടാ? എന്തായാലും പൊട്ട. എന്താ പറയാ? എടാ നിന്നെ സതീശൻ കൈവച്ച കയ്യും വെച്ച് കാലും വെച്ച്. അതിനെ നിന്നോടന്ന് വിടുന്ന് പറഞ്ഞത്. അതിന് ഞാൻ ഒന്നിനും പോയിട്ടില്ല മെമ്പറെ. നിങ്ങളുടെ കടയിൽ പോയി ചോദിച്ചു നോക്ക്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നീ ആയിട്ട് ഒന്നിനും പെടാൻ നിൽക്കണ്ട. നമ്മളെ കാണുങ്ങളല്ലേ. ആണുങ്ങളാച്ചിട്ട് എന്താവുന്ന മെമ്പർ പോയി നമ്മളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്ത്? അല്ല, നാടകത്തിന്റെ കാര്യങ്ങളൊക്കെ. നാടകത്തിന്റെ പിന്നെ മക്കളെ ഏടാ കൂടത്തിനൊന്നും പോകാൻ നിൽക്കണ്ട. മണികണ്ഠേട്ടനാണ് പറഞ്ഞത്. സുമേഷ് ഏട്ടാ കേട്ടല്ലോ. അയാളതൊക്കെ പറയും, നമ്മള് തല്ലും. വേദന ഇനി മാറിയില്ലടാ ഉണ്ണി. കല്ലായിരുന്നാ? ചേട്ടാ കുറച്ച് ആറുന്ന്. മീൻചാറാ സാമ്പാറാ? സാമ്പാർ കൊള്ളില്ലെന്ന മീൻചാറ്. അത് മീൻചാറാണ്. തലയിൽ കൂടെ വീത്ത്. ഞാൻ പ്ലാൻ പറയട്ടെ. പറ. നീ ആദ്യം ആ തറവാടും പരിസരവും മനസ്സിൽ കണ്ടോ? കണ്ടു. നാളെ ആ വീടിന്റെ പരിസരം മൊത്തം ആളായിരിക്കും. അതെ. ആ ചുരുക്ക് മൊത്തം ട്യൂബ്ലൈറ്റ് വെച്ചിട്ട് ഈ മാസപ്പാട്. ബാക്കി പറ. ആദ്യം ലൈറ്റ് ഓഫ് ആക്കണം. വീടിൻ്റെ ഉള്ളിൽ തിക്കും തിരക്കായതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ വലിയ പണി ഉണ്ടാവില്ല. നീ എന്താ ആലോചിക്കണേ? ഞാനിന്ന് വൈകുന്നേരം ഇളയപ്പൻ്റെ കൂടെ സൗദിക്ക് പോയാലോന്ന് ആലോചിക്കും. നീലേ പണി നടക്കൂല. എന്ത് പണി? എടാ, നാളെ പോണ കാര്യം അവളെ അറിയിക്കണ്ടേ?